ഹായ് ഫ്രണ്ട്സ്, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഒരു പൊളി ഐറ്റമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം മാങ്ങൻ്റെ സീസൺ ആയല്ലേ. അപ്പം എല്ലാവരുടെ വീട്ടിലും പഴുത്ത മാങ്ങയും പച്ച മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലേ. ഇപ്പം മാങ്ങകളൊക്കെ പഴുക്കാൻ തുടങ്ങിയൊരു കാലമാണല്ലേ. അപ്പം നമ്മൾ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യട്ടോ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പം ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള 2 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. മൂവാണ്ട മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ ചെറിയ മാങ്ങ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മാങ്ങ വരെ എടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം ഒരു വലിയ മാങ്ങ, ഒരു മീഡിയം സൈസിലുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ 2 മാങ്ങ എടുത്തിട്ടുള്ളത്. ഈ മാങ്ങ തോലിയെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കണ്ടേ. നമുക്ക് റവ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇനി വറുത്ത റവ ആണെങ്കിലും വറുക്കാത്ത റവ ആണെങ്കിലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇപ്പം ഇവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് റവ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണേ. ഈ റവ ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ജാറിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം തീരെ ചേർക്കാതെ വേണം കേട്ടോ മാങ്ങ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ എന്താ മാങ്ങ അതുപോലെ മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മാങ്ങയും റവയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണം കേട്ടോ. ഒരു സ്പൂൺ അല്ലെങ്കിൽ ഇതുപോലുള്ള തവി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ. അതുപോലെ മെല്ലെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പം ഞാൻ എന്താ അത് ഈ രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മളെ റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. ഇപ്പം അത് 2 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ റവ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയതാണ്, അതുകൊണ്ടാട്ടോ നിങ്ങളെ കാണിക്കാഞ്ഞത്. അപ്പം ഞാനിവിടെ 3 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ടാട്ടോ 3 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മാങ്ങന്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരന്റെ അളവ് കൂട്ടി കുറക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക. പാല് മുഴുവനായിട്ടുണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആയിട്ട് എടുക്കരുത്. ഇതുപോലെ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ. ഇതുപോലെ തന്നെ വേണം മിക്സ് ആയിട്ട് എടുക്കാൻ കേട്ടോ. പാലൊന്നായിട്ട് മുഴുവനായിട്ട് ഫസ്റ്റിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആയിട്ട് എടുക്കരുത് കേട്ടോ. ഇതുപോലെ കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തിട്ട് തന്നെ മിക്സ് ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പം ഞാൻ മുഴുവൻ പാലൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. നല്ല തിക്കായിട്ടും ആവരുത്, നല്ല ലൂസായിട്ടും പോവരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണ്ടേ. ഞാൻ 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മാറിപ്പോവരുത് കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണ്ടേ. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക. നമ്മളെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം കേട്ടോ ഇതിൽ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ. അപ്പം ഞാൻ എന്താ അത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ തന്നെ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ഇതിലേക്ക് ആ വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് വരും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുക്കറിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് തട്ടിയെടുത്തിട്ടുള്ളതാണ്. ഇത് അടി പിടിക്കാതിരിക്കാനും വേഗത്തിൽ കുക്കറിൽ നിന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇതിലേക്ക് നമ്മളെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പും ചെറീസും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്.
അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ബദാമോ അല്ലെങ്കിൽ പിസ്ത ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കണത്. നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആ മഞ്ഞയിലേക്ക് ആ ചുവപ്പും കൂടി വന്നപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കണ്ടേ. കുക്കറിന്റെ വിസിലൊന്ന് ഊരി വെച്ചിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇത് 30 മിനിറ്റ് ആണോ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഞാൻ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് മുന്നേ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് അതിന്റെ മുകളിലേക്ക് നമ്മളെ കുക്കർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തീയ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണ്ട, സിമ്മിലാക്കി കൊടുക്കണേ. ഇനി 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ അത് 30 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മളെ കേക്ക് നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ കണ്ടില്ല, കയ്യിലൊന്നും ഒട്ടി പിടിക്കണമൊന്നും ഇല്ല കേട്ടോ. പിന്നെ കേക്ക് വെന്തിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും കോലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പൊ അതിൽ ഒട്ടി പിടിക്കണുണ്ടെങ്കിൽ നമ്മളെ കേക്ക് വെന്തിട്ടുണ്ടെന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. അപ്പൊ അതാ ഇങ്ങനെ കുത്തി നോക്കിയപ്പോ അതിൽ ഒട്ടി പിടിക്കണമൊന്നും ഇല്ല കേട്ടോ. കേക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഈ കുക്കറിൽ നിന്ന് മാറ്റേണ്ടത്. ചൂടോടൊക്കെ തന്നെ മാറ്റരുത് കേട്ടോ, കേക്ക് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് കേക്ക് നന്നായിട്ട് ചൂടാറിനവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ കേക്ക് ഇപ്പൊ നന്നായിട്ട് ചൂടാറിയ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിന്റെ സൈഡിൽ കൂടെ ഒന്ന് വിരട്ട് കൊടുക്കുക കേട്ടോ. ആ സൈഡിൽ നിന്ന് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ കേക്ക് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അത് കണ്ടില്ലേ, കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതിന്റെ ബാക്കിൽ കാണുന്ന പൊടിയും തട്ടി കൊടുത്താൽ മതി കൈ കൊണ്ടൊന്ന്. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പഞ്ഞ് പോലെ നിൽക്കണ്ടേ, കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ബാക്കത്തെ പൊടി ഇതുപോലെ തട്ടി കൊടുത്താൽ മതി കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആ മഞ്ഞന്റെ മുകളിലെ ചുവപ്പും കൂടെ വന്നപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിന് നമ്മൾ വേറെ എസൻസുകളൊന്നും ചേർക്കില്ല കേട്ടോ. നമ്മൾ ഈ നാടൻ മാങ്ങന്റെ ഫ്ലേവർ മാത്രമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മളെ മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇനി പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമ്മളെ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അത്രക്കും ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ 3 മണിക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.